എല്ലാവർക്കും മലയാളി വൈബ്സിലേക്ക് സ്വാഗതം. അപ്പോൾ പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവളും അവളുടെ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണോ അനാമികയുടെ അച്ഛനും അമ്മയും വീട്ടിൽ കയറി തല്ലിയത്? അറിയില്ല അമ്മേ എന്താണെന്ന്. എന്തായാലും അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ് ഈ കള്ളക്കേസിന് പിന്നിൽ. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്നിങ്ങനെ ദേവിനി ചോദിക്കുന്ന സമയത്ത് പറയാണ്, എന്തായാലും അല്ലെങ്കിൽ പിന്നെ കോടതിയിൽ അവിടെ അച്ഛൻ വരേണ്ട കാര്യമില്ലല്ലോ, അപ്പോഴത്തന്നെ ഊഹിക്കാമെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനി അവൾക്ക് അങ്ങനെ ഇതിലെ കേസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി അവൾക്ക് പോകാൻ പറ്റുമോ അമ്മേ? എന്തായാലും മാരാർ വക്കീലെ പോലുള്ള അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും പോകാൻ പറ്റും. അങ്കിൾ അങ്ങനെ എല്ലാ കേസിലൊന്നും ഇടപെടാറില്ല. പിന്നെ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല ഈ കേസിൽ ഇടപെട്ടത്. അമ്മയ്ക്ക് മാരാർ അഡ്വക്കേറ്റുമായിട്ട് നല്ല ബന്ധമാണല്ലേ? എനിക്ക് മാത്രമൊന്നുമല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ല ബന്ധം തന്നെയാണ്. നമ്മുടെ കുടുംബ സുഹൃത്തും കൂടെയാണ്. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഇല്ല അമ്മ അങ്കിളെന്നൊക്കെ വിളിക്കണ കേട്ടിട്ട് ചോദിച്ചതാണെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അതിനിപ്പോൾ എന്താ, ഞങ്ങളുടെ കുടുംബ സുഹൃത്തായതുകൊണ്ട് അങ്കിളെന്ന് വിളിക്കുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പം നയന ഒന്നുമില്ലമ്മയെന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോവുകയാണ്. അപ്പം ദേവേനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി ആ കൊച്ചി ഇനിയും കേസുണ്ടാക്കി വെക്കുമോ എന്തോ, ഇനി അങ്ങനെ വല്ലതും ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന നയനയായിരിക്കും എന്ന് ദേവേനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം നയന റൂമിൽ വന്നിട്ട് നന്ദുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കുകയാണ്, നീ ഇന്നലെ അനാമികയുടെ വീട്ടിൽ പോയിരുന്നു എന്ന്. പോയിരുന്നു. നീ അവിടെ അച്ഛനും അമ്മയൊക്കെ തല്ലിയായിരുന്നോ? തല്ലിയായിരുന്നു. നന്ദു ഒരു കൂസലില്ലാതെ മറുപടി പറയണം കേട്ടോ. നീ എന്താ മോളെ ഇങ്ങനെ കാണിക്കുന്നത്? നിനക്ക് ഇനി പോലീസ് ക്യാമ്പിലൊന്നും പോകണ്ടേ? നിനക്ക് ട്രെയിനിങ് ഒന്നും പൂർത്തിയാക്കണ്ടേ എന്നൊക്കെ. പൂർത്തിയാക്കണം എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്. അവരിനി കേസ് കൊടുക്കില്ലേ? കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ എന്നിരുന്നാലും ഇവരെന്നെ കള്ളക്കേസിൽ കുടുക്കിയതുകൊണ്ട് ഞാൻ അവിടെ പോയി കൊടുത്തത് തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ കൊടുത്തിട്ട് മറുപടിയും കൂടെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം നിന്നെ കണ്ടായിരുന്നു അവർ? കണ്ട് മറുപടിയായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അവരിനി കേസിന് വല്ലതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ താക്കീത് കൊടുത്തിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നന്ദു ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നയന വിചാരിക്കുകയാണ്, ഇത് എന്താ ഈ കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ നയന ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് അനാമികയുടെ വീടാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ അനാമികയുടെ അച്ഛനമ്മയൊക്കെ തല്ലൊക്കെ കൊണ്ട് നല്ല പരിവായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അനാമിക പറയാണ്, നന്ദുവാണ് തല്ലിയതെന്ന് ഉറപ്പല്ലേ? എങ്കിൽ പിന്നെ അവിടെ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? അവൾ അതേപോലെ തന്നെ വെല്ലുവിളിച്ചിട്ടല്ലേ പോയേ കൊണ്ടുപോയി കേസ് കൊടുക്കുക. നമുക്ക് എന്തായാലും കേസ് കൊടുക്കാച്ചാന്നൊക്കെ അനാമിക പറയുകയാണ്. അത് പറ്റില്ല മോളെ, അന്ന് അവളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിൽ ഒരാൾ അകത്ത് കിടക്കുകയാണ്. അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളും ഉണ്ട്, അത് തെളിവും ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ കൊണ്ട് കേസ് കൊടുക്കുന്ന സമയത്ത് ഇനി അവൾ അതൊക്കെ കുത്തിപ്പൊയ്ക്കൊണ്ട് വരുന്ന അവസാനം നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. അതൊക്കെ കണ്ടിട്ടായിരിക്കണം അവളും അവളുടെ കൂട്ടുകാരും കൂടെ വന്ന് ധൈര്യമായിട്ട് തല്ലിയിട്ട് പോയത്. അപ്പോൾ അനാമികയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ രേവതി പറയാണ്, അവർ പൂട്ട് ചവിട്ടി തുറന്നിട്ടൊന്നുമില്ല, പക്ഷേ എങ്ങനെയോ അവർ ബേക്ക് വഴിയാണ് കയറി വന്നത്. ഞങ്ങൾ പൂച്ച എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. വേണു പറയാണ്, അവൾക്ക് തല്ലാൻ നല്ല വശമാണ്. പുറമേ വലിയ കേടുപാടുകളില്ലെങ്കിലും അകത്തെ അവയവങ്ങൾക്കാണ് കേടുപാടുകളുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യാൻ വയ്യെന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലച്ചാ. ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാതിരിക്കുക? നമ്മളന്ന് പാലിൽ വിഷം ചേർത്തതിനല്ലേ ദേവേനി എടുത്ത് കുടിച്ചത്. ഇനി നമ്മൾ നന്ദുവിന് നേരെയായിട്ട് തിരിഞ്ഞാൽ അവളുമാരെ അതിനെയും കുത്തിപ്പൊയ്ക്കൊണ്ട് അടുത്തത് വരും. അവസാനം നമ്മൾ തന്നെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയുന്നുണ്ട്. അതുകൊണ്ട് മോളെ എങ്ങനെയെങ്കിലും അവിടുന്ന് കുറച്ച് സ്വത്തും പണമൊക്കെ അടിച്ച് മാറ്റിയിട്ട് അവിടുന്ന് പുറത്ത് ചാടാൻ നോക്കും മോളെ എന്നൊക്കെ ഇങ്ങനെ രേവതിയും വേണുവും കൂടെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അടുത്തായിട്ട് നന്ദു അനിയെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അനി ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്നില്ല. ഇത്തവണ നീ അനാമികയുടെ വീട്ടിൽ കയറി അവിടെ തല്ലിയല്ലേ എന്നൊക്കെ. അതെ ഞാൻ തല്ലിയായിരുന്നു. ഇത്തവണ പറഞ്ഞിട്ട് തന്നെയാണ് തല്ലിയത്. ആളാരെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് തല്ലിയത് എന്നൊക്കെ പറയണ്ടേ. എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതല്ലേ നന്ദു. ഇനി നിന്നെ ഈ കേസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നിൻ്റെ സ്വപ്നമൊന്നും നടക്കാതെ പോവും. എൻ്റെ സ്വപ്നം ഇപ്പോഴും നടന്നില്ലല്ലോ, നടക്കാൻ ഇനി അവർ സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ.
നിൻ്റെ സ്വഭാവം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് ആവുന്നത്. നീ ബാക്കിയുള്ളവരെയും കൂടെ കുറിച്ചൊക്കെ ചിന്തിക്കണ്ടേ? നീ നിനക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിന്നെ സ്നേഹിക്കുന്നവർക്കും വിഷമാവില്ല എന്നൊക്കെ അനിയും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു പറയാണ്, നീ എന്തായാലും നിൻ്റെ അമ്മായിയച്ഛനെ പോയി ഒന്ന് കാണ്, അവർക്ക് തല്ലൊക്കെ കിട്ടിയിരിക്കുകയല്ലേ, അഥവാ കേസ് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് മുൻകൂട്ടി ഒന്ന് അറിയിച്ചേക്കുക, അപ്പോൾ അതിനുള്ള പോൻ വഴികൾ എനിക്കും തേടാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അനന്തപുരിയിലിരുന്ന് നയന ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് അനി വന്നിട്ട് പറയാണ്, നന്ദുവിന് ഇപ്രാവശ്യം ട്രെയിനിങ് ക്യാമ്പിൽ പോകാൻ പറ്റത്തുകൊണ്ട് നല്ല വിഷമമുണ്ട്, അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. നയന പറയാണ്, എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവൾക്ക് നല്ല വിഷമമുണ്ട് പോവാൻ പറ്റാത്തതിനെന്നൊക്കെ. ഇനി അടുത്ത ഒരു ട്രെയിനിങ് ക്യാമ്പ് വരുന്നവരെ ഇനി ആരൊക്കെ എന്തൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല എന്ന് ഇങ്ങനെ പറയാണ്. എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഏട്ടത്തി, എന്തായാലും അനാമികയുടെ അച്ഛനും അമ്മയാണ് ഇങ്ങനെ ഈ കള്ളക്കേസിന് പിന്നിലെന്നൊക്കെ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് ഇങ്ങനെ ആനി പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തേക്കും അവിടെ ജാനകിയും ദേവേനിയും വരികയാണ്. അപ്പോൾ ജാനകി ഓടി വന്നിട്ട് പറയാണ്, നീ അവിടെ കാര്യം നോക്കാതെ നിൻ്റെ ഭാര്യയുടെ അവിടെ വീട്ടിലെ അച്ഛനും അമ്മയുടെയും കാര്യം നോക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അനാമികയുടെ അച്ഛനും അമ്മയും ആരോ വീട്ടിൽ കയറി തല്ലി, അവരെ ഒന്ന് പോയി കാണാതെ അവൻ ഏത് നേരവും അവരെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെക്കുറിച്ച് നല്ലത് വല്ലതും പറയാൻ വേണ്ടേ? അവർ കുറ്റങ്ങൾ ചെയ്യണമുണ്ട്, കുറ്റങ്ങളെ പറയാവുള്ളൂ എന്ന് ആനിയും പറയാണ്. നിൻ്റെ വല്യമ്മ ഇവിടെ നിൽക്കുന്നത് നോക്കാതെ നിൻ്റെ കരണം അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ ജാനകി പറയുകയാണ് കേട്ടോ. ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവർ ചെയ്ത തെറ്റിനെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അവർ ചെയ്ത തെറ്റ് തന്നെയാണ്. നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് അയാൾ കോടതിയിലേക്ക് വന്നത്, അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുകയാണ് അനി. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് ശരിയാണ് ഇളയമ്മയെന്നൊക്കെ. അപ്പോൾ ജാനകി പറയാണ്, നീ ഇനി അവനെ കുറച്ചുകൂടെ ചൂടാക്ക്, എന്നാലല്ലേ അവർ തമ്മിൽ കുറച്ചുകൂടെ വഴക്കുകൾ നടക്കുകയുള്ളൂ. അതിനിപ്പോൾ എന്താ, നന്ദുവിനോട് സിമ്മതിയും അനാമയോട് ദേഷ്യമായില്ലേ അവന്? അനാമയ്ക്കും അവിടെ അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചാലും ഇവന് ഒരു കുഴപ്പമില്ല, അവർക്ക് തല്ല് കിട്ടണമെന്നാൽ ഇവൻ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ജാനകി പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവേനി പറയുന്നുണ്ട്, നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയത് അനാമികയുടെ അച്ഛനും അമ്മയും തന്നെയാണെന്നൊക്കെ. അതിനെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയാണ്, ഏട്ടത്തി അത് വിശ്വസിക്കുന്നുണ്ട്, അവർക്ക് അതിൻ്റെ ആവശ്യം എന്താ, അവർ അങ്ങനെയൊന്നും ചെയ്യില്ല, അവർക്കിപ്പോൾ എവിടെ ജയിലിലാക്കിയിട്ട് അവർക്ക് എന്ത് കിട്ടാനാന്നൊക്കെ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട്. അവളുമാരെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തും കോടതിയിൽ കൊണ്ടുപോയത്. അതിന് അനാമയുടെ അച്ഛനമ്മയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ ജാനകി പറയാണ്. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അതിന് അവൾ തെറ്റൊന്നും ചെയ്തില്ലെന്നും കോടതി വിധി വന്നല്ലോ, അവൾ പിന്നെ എല്ലാം അറിയാമല്ലോ, പിന്നെ എന്തിനാ ഇളയമേന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, വഴിയിൽ കൂടെ പോയ ആണുങ്ങളെ തല്ലാൻ ആരെങ്കിലും പറഞ്ഞോ, അതുകൊണ്ടല്ലേ അവളെ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനി പറയാണ്, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മ ഒന്ന് മിണ്ടായിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ മര്യാദയ്ക്ക് അവിടെ അനാമികയുടെ അച്ഛനമ്മയും കാണാൻ പൊയ്ക്കോണം, നീ അവിടെ ചെല്ലുന്നില്ല എന്ന് രേവതി എന്നെ വിളിച്ചാൽ സങ്കടം പറയുന്നതെന്നൊക്കെ പറയാണ്. അമ്മ അപ്പോഴേ അവരുടെ സങ്കടം മാത്രമേ കാണുള്ളൂ, എൻ്റെ സങ്കടം ഒന്നും കാണുന്നില്ല എന്നൊക്കെ അനിയും ഇങ്ങനെ പറയാണ്. അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും അമ്മ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേവേനി ഇങ്ങനെ അവളുടെ അടുത്തേക്ക് ജനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നയന ജനയോട് പറയുന്നുണ്ട്, ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് ഇളയമ്മേ, മരുമോൾ ചെയ്താലും അത് തെറ്റാണെന്ന് പറഞ്ഞ് അത് തിരുത്തുകയാണ് വേണ്ടതെന്നൊക്കെ നയനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവേന എന്നിട്ട് പറയുന്നത്, നീ നിൻ്റെ കാര്യം നോക്കി പോവുക, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നൊക്കെ നയനെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നയന അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി പറയുകയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനാമികയും അനിയും തമ്മിൽ പിരിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി അങ്ങ് പോവുകയാണ്. അടുത്തായിട്ട് ദേവയാനി ഏതോ ഒരു പോലീസ് ഓഫീസറെ വിളിച്ച് നന്ദുവിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവളെ ഇപ്പോൾ ഈ ക്യാമ്പിൽ തന്നെ കയറ്റാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പറ്റത്തില്ല, പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ സംസാരിക്കുന്ന സമയത്ത് ഇത് നയന കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനി എന്നിട്ട് ശരി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നയന ഇത് കേട്ടിട്ട് പറയുന്നത്, നന്ദുവിന് വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചെന്ന് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ മനസ്സിൽ വേറൊരു സംശയം കൂടെ ഉണ്ട്, അതും കൂടെ ഉറപ്പിച്ചിട്ട് വേണം എന്നൊക്കെ ഇങ്ങനെ നയനയും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അടുത്തായിട്ട് നയന ഒരു മാഗസീനും കൊണ്ട് വരുന്നതാണ് നവിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇത് കൊള്ളാമോ, ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്നൊക്കെ നവിയോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, നല്ല ഡിസൈനുമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്, ഇതേപോലത്തെ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നതിനെയൊക്കെ ഇങ്ങനെ നയന പറയുകയാണ്.
അപ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട്, നിനക്ക് സ്വർണ്ണത്തോടൊന്നും ഇങ്ങനെ താല്പര്യമില്ലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി എന്നൊക്കെ. അല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പിന്നെ ഈ ഡിസൈനൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ പതിയും, പിന്നെ അതേപോലെ അതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ ഡിസൈനൊക്കെ വരയ്ക്കാനും പറ്റുമെന്നൊക്കെ ഇങ്ങനെ നയന പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ. ആ സമയത്തേക്ക് ദേവേനി ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ദൂരെ നിന്ന് ഇതൊക്കെ കേൾക്കുകയാണ്. എന്തായാലും ഇത് ആദർശ് ചേട്ടൻ വരുമ്പം കാണിക്കണമെന്നൊക്കെ നയന പറഞ്ഞിട്ട് നയന അങ്ങ് പോകുന്നുണ്ട്. ആ സമയത്തേക്ക് നവ്യയുടെ അടുത്തേക്ക് ദേവേനി വരികയാണ്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ഇതാണ് നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ, എങ്ങനെയുണ്ട്, കൊള്ളാമോ? അവൾ കൊള്ളാമെന്ന് പറഞ്ഞെങ്കിൽ കൊള്ളായിരിക്കും, അവൾ വലിയ ഡിസൈനറൊക്കെ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ മാഗസീനിങ് ദേവേനി വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നവ്യ അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ദേവേനി മനസ്സിൽ ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇവയ്ക്ക് ഇത് വാങ്ങി കൊടുക്കണം, അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, അവൾക്ക് അങ്ങനെയൊന്നും ആഗ്രഹിക്കാത്ത കുട്ടിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അടുത്തായിട്ട് ദേവേനെ ഒരു പെൺകുട്ടിയെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ചോദിക്കും, എന്താ ആൻറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. ഇല്ല, എന്താ ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഫോണിൽ കൂടെയും പറയാം, പക്ഷേ എനിക്ക് നേരിട്ട് കണ്ട് പറയേണ്ട കാര്യമാണെന്നൊക്കെ പറയാണ്. ഒരു ചെറിയ കാര്യമല്ല, ഇത്തിരി ഒരു വലിയ കാര്യം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. നമുക്കത് കഴിഞ്ഞിട്ട് കാണാമെന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോണൊക്കെ ദേവേനി കട്ട് ചെയ്യുകയാണ്. അതിന് ശേഷം ദേവേനി മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മോൾ എന്താഗ്രഹിച്ചാലും അത് ഞാൻ സാധിച്ചു കൊടുക്കണം. കാര്യം അത് ഇപ്പോൾ എൻ്റെ ജീവൻ തന്നെ നിലനിൽക്കുന്നത് അവൾ കാരണമാണ്. അതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഒക്കെ ഇങ്ങനെ ദേവേനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവേനി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് ആൻമരിയ എന്ന് പറയുന്ന കുട്ടി എന്നെ വിളിച്ചെന്നുള്ളത് നയനയ്ക്ക് മനസ്സിലാവുന്നു. എന്തിനായിരിക്കും ആ കുട്ടിയെ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ നയനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ആൻമരിയെ കാണാൻ ദേവേനി വരുന്നതാണ്. അപ്പോൾ ദേവേനെ കാണുമ്പോഴത്തേക്കും ആൻമരി പറയുന്നുണ്ട്, ആൻറ്റി ഇരിക്കുക എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് എന്താ ആൻറ്റി എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മരുമകളുടെ ഡിസൈനൊക്കെ നിനക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, ആ ഡിസൈനൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഞാനും അമ്മയും കൂടെ ഇനിയിപ്പോൾ ഈ വരുന്ന വിഷുവിന് മോത്തീസ് ജ്വല്ലറി പോയി എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് അന്നേ ലീവ് കിട്ടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആൻമരിയ. വർഷം ഞങ്ങൾ ജൈവകൃഷിക്ക് നല്ല മികച്ച വിജയം കൈവരിച്ച ഒരു വനിതയ്ക്കാണ് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്നിട്ട് ആൻമരിയ പറയുന്നുണ്ട്, ഇപ്പോൾ ആൻറ്റിക്ക് മരുമകളോട് നല്ല സ്നേഹമാണെന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണമൊക്കെ ഗ്രേസിക്ക് അറിയാം, അതായത് നിൻ്റെ അമ്മയ്ക്ക് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അമ്മ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ബെസ്റ്റ് ഡിസൈനറിലുള്ള അവാർഡ് മരുമോൾക്ക്, അതായത് നയനയ്ക്ക് കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ ആൻമേരി പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവേനിക്ക് വളരെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാ ചിലവുകളും ഞാൻ തന്നെ വഹിച്ചോളാം, ഇതിൻ്റെ ഫുള്ള് ഇതും ഞാൻ തന്നെ വഹിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൻമരിയ പറയുകയാണ്, അതിന് ഞങ്ങൾക്കൊരു ഫണ്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇപ്രാവശ്യം നിങ്ങൾ ഫണ്ടൊന്നും എടുക്കണ്ട, എല്ലാ ചിലവും ഞാൻ തന്നെ നൽകാം എന്നൊക്കെ പറയുന്നിട്ട് നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുള്ള നെക്ലസ്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ഒരു ഗിഫ്റ്റും കൊടുക്കണം, അത് ഞാൻ തന്നെ എല്ലാം ചെയ്തു തരാം എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെങ്കിലും ഇത് മൂർത്തീസ് ജ്വല്ലറി തന്നെ ചെയ്യിപ്പിക്കുമല്ലോ, അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞാനാണ് ചെയ്തതെന്ന് മാത്രം ആരും അറിയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് ആൻറ്റിക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ ആൻമരിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവേനി പറയണ്ടേ, പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് വരാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും മറഞ്ഞു നിന്നെങ്കിലും കാണണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയുന്ന സമയത്ത് ആൻമരി പറയുകയാണ്, അതിനുള്ള വഴി നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ദേവേനിക്ക് വളരെയധികം സന്തോഷമാവുകയാണ് കേട്ടോ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.